നമസ്കാരം. സൈനികരെ ഈ ഭരണത്തിന് കീഴിൽ നിങ്ങൾ യാതൊരു സുരക്ഷിതത്വവും നിങ്ങൾക്കില്ല, നിങ്ങൾ കരുതേണ്ടതില്ല. അത്തരത്തിൽ ഭാഗ്യമുള്ള ഒരു രാജ്യമോ അല്ലെങ്കിൽ ഭരണകൂടമോ അല്ല നമ്മുടേത് എന്ന് രാജ്യത്തിന് ജീവൻ പണയം വെച്ച് കാവൽ നിൽക്കുന്ന സൈനികരോട് പറയുന്നത് രാജ്നാഥ് സിംഗ് എന്ന പ്രതിരോധ മന്ത്രിയാണ്. മോദി ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഒന്നുകൂടിയാണ് ശരിക്കും രാജ്നാഥ് സിംഗിൻ്റെ ഈ വാക്കുകളെന്ന് പറയുന്നത്. ഈ പ്രസ്താവനയിലൂടെ തെളിഞ്ഞു വരുന്നത് മറ്റൊരു പ്രധാന കാര്യം കൂടിയാണ്. ഈ മൂന്നാം ഊഴത്തിൽ മോദി സർക്കാരിൻ്റെ ഭരണം തൃശങ്കുവിലാണെന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നാണ് മോദി മന്ത്രിസഭയിലെ രണ്ടാമൻ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം രാജ്യത്തിൻ്റെ അകവും പുറവും ഒന്നും അത്ര സുരക്ഷിതത്വം നിറഞ്ഞതല്ല എന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സൈനികരോട് കൂടുതൽ ജാഗ്രത പുലർത്താനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ അത്രത്തോളം ഭാഗ്യമുള്ള ഒരു രാഷ്ട്രമല്ല എന്നും ഉള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണമെന്നുമാണ് സൈനികരോട് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലെ 2 നൂറ്റാണ്ടോളം പഴക്കമുള്ള മോ കണ്ടോൺമെൻറ്റിൽ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഇത്തരമൊരു തുറന്നു പറച്ചിൽ. ആഭ്യന്തര രംഗത്ത് നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നിശബ്ദരായിട്ട് ആശങ്കയില്ലാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ശത്രുക്കൾ ആന്തരികമോ ബാഹ്യമോ ആകട്ടെ എപ്പോഴും സജീവമായി തന്നെ നമ്മുടെ കണ്ണും കാതും തുറന്ന് അങ്ങനെ നിൽക്കണമെന്നും ഈ സാഹചര്യത്തിൽ നാം അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അവർക്കെതിരെ സമയോചിതമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും വേണമെന്നും സൈന്യത്തോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുക കൂടി ചെയ്യുമ്പോൾ ഈ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കാരണം ഇന്ത്യ 2047 ഒരു വികസിത രാജ്യമാകുമെന്ന് മോദി ഉറപ്പിച്ച് പറയുമ്പോൾ രാജ്നാഥ് സിംഗ് സൈനികരോട് പറയുന്നതാകട്ടെ, നിങ്ങൾ നല്ലതുപോലെ ഇരിക്കണം, നല്ലതുപോലെ വിയർക്കണം, എങ്കിൽ മാത്രമേ 2047 ഇന്ത്യക്ക് വികസിത രാജ്യമാകാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ്. ഇവിടെ നോക്കേണ്ട കാര്യം, ഒരു വശത്ത് നമ്മൾ എല്ലാ നേട്ടങ്ങളും കൊയ്തുവെന്ന് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട ഒരു കൂട്ടർ കൂടിയാണ് BJP എന്ന് പറയുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥിതി അങ്ങനെയല്ല എന്നാണ് ഇതിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ആഗോള പട്ടിണി സൂചികയിൽ 111ാം സ്ഥാനത്തുള്ള രാജ്യം അത് ഏതാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാം ഈ രാജ്യം എത്രത്തോളം വികസിതമാണെന്നത്. കാരണം ആ സ്ഥാനത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ ഈ ആഗോള പട്ടിണി സൂചിക പോലും തെറ്റാണെന്ന് മറച്ചു വയ്ക്കാനായിട്ടുള്ള നീക്കങ്ങൾ, ഗുജറാത്തിൽ ഒരു വാർ റൂം പോലും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് മോദി. അങ്ങനെ മുഖം രക്ഷിക്കാനായിട്ട് ഇരിക്കുന്നതിനിടയിലാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്നുകൂടി ഈ ഒരു നീക്കം ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.